ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ട്രീറ്റ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള ബണ്ണാണ്. കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ബണ്ണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് തയ്യാറാക്കാൻ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഇഡ്ഡലി തട്ടിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബണ്ണ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈസ്റ്റ് ഒന്ന് പുളിപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു കപ്പിലേക്ക് 1/4 കപ്പ് ഇളം ചൂട് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാലും പഞ്ചസാരയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ പാലിന് പകരം ഇളം ചൂട് വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ വെള്ളത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബണ്ണ് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് പാലിൽ ചെയ്യുമ്പോഴാണ്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊരു 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ബണ്ണിലേക്ക് വേണ്ട മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു വലിയ ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 മില്ലിയുടെ കപ്പിന് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ആട്ടാപ്പൊടി വേണമെങ്കിലും ബണ്ണ് തയ്യാറാക്കി എടുക്കാം. ആട്ടാപ്പൊടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യണ്ട. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ പുളിക്കാൻ വെച്ച ഈസ്റ്റ് നല്ലപോലെ പുളിച്ചു വന്നിട്ടുണ്ട്. ഇത് മുഴുവനും ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നല്ലപോലെ ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. മൈദാപ്പൊടി ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിക്കും. നല്ലപോലെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിൽ കയ്യിൽ തടവിയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എന്തേരം മാവ് കുഴയ്ക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ബണ്ണ് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പം കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് വീണ്ടും കുഴച്ചെടുക്കുവാണ്. കുറഞ്ഞത് 10 മിനിറ്റേലും കുഴയ്ക്കണം. എന്നാലേ നമ്മുടെ ബണ്ണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇതൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഈ മാവ് നല്ലപോലെ പുളിച്ചൊന്ന് പൊന്തി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറേലും വെക്കണം. 1 to 2 മണിക്കൂറേലും വെച്ചാലേ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ചു വരുള്ളൂ. ഇത് അടച്ചു വെക്കുമ്പോൾ ഇതിന്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടിയതിന് ശേഷം ഇതുപോലൊരു പാത്രം വെച്ച് അടച്ചു വെക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്തായിരുന്നു. കുറച്ച് ലേറ്റ് ആയി പോയി. ഇപ്പം നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി വരണം, എന്നാലും നമ്മുടെ ബണ്ണ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് വീണ്ടും ഒരു 10 മിനിറ്റും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ഓയിൽ കയ്യിൽ തടവിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടി ഇതുപോലൊരു കട്ടിംഗ് ബോർഡിലേക്ക് കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. എനിക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നന്നായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ടേബിളിൽ വെച്ച് ചെയ്യുവാണ്. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഓരോ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഓരോ ബണ്ണിന് വേണ്ട ബോൾസ് ഇതുപോലൊരു കത്തി കൊണ്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മുറിച്ചെടുത്ത ഓരോ പീസും ബണ്ണിന്റെ ഷേപ്പ് ആക്കി എടുക്കണം. അതിനായിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ മാവൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതിന്റെ സൈഡ് ഇതുപോലെ മടക്കി ഇതിന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ മറിച്ച് പിടിച്ചതിന് ശേഷം ബണ്ണിന്റെ ഷേപ്പിൽ ഒരു ബോൾ ആക്കി എടുക്കാം. ഞാൻ ഇവിടെ മീഡിയം സൈസുള്ള ബണ്ണാണ് ഉണ്ടാക്കുന്നത്. നമുക്കെല്ലാം ഇനി ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പ് ആക്കി എടുക്കണം. അപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ബണ്ണ് കിട്ടും. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം.
ഇതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ഇഡ്ഡലിത്തട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇഡ്ഡലിത്തട്ടിന്റെ അകത്ത് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുത്താലും മതി. പക്ഷേ ബട്ടർ തേച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബണ്ണിന്. ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും വെച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്കും കൂടി നമുക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. എല്ലാത്തിന്റെയും മുകളിൽ ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ സ്ഥിരം ബേക്ക് ചെയ്യുന്ന പാത്രമാണ്. അതാണ് ഇതിന്റെ അകമൊക്കെ ഇതുപോലെ കരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ അകത്തേക്ക് ഇതുപോലൊരു തിരികെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തേക്ക് നമുക്ക് ആ ഇഡ്ഡലിത്തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 25 ടു 35 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ബേക്ക് ചെയ്യാൻ. അപ്പം നമ്മുടെ ബണ്ണൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് വെന്ത് വരും. ഇപ്പൊ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബൺ ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ചെറിയൊരു ക്രാക്സ് വീണിട്ടുണ്ട്. അതിന്റെ കാരണം ഞാൻ മാവ് പുളിക്കാൻ വെച്ച സമയം കുറച്ച് കൂടിപ്പോയി. നിങ്ങൾ മാക്സിമം 2 മണിക്കൂറേ വെക്കാവുള്ളൂ. ഞാൻ 2.5 മണിക്കൂർ വെച്ചു. അതുകൊണ്ടാണ് ഇതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ആയിപ്പോയത്. പക്ഷെ നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആണ്. ബണ്ണിന്റെ മുകളൊക്കെ ആ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.